എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഷൈബു. വേദമണിമുത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷം എന്നാൽ എന്താണ് ജ്യോതിഷം, ജ്യോതിഷവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ കണ്ടുപിടിച്ചതൊന്നുമല്ല, അനേകായിരം വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചതാണ് ജ്യോതിഷം. അങ്ങനെ കണ്ടുപിടിച്ച ജ്യോതിഷം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷി നമ്മൾ കണ്ടുപിടിച്ച് കൃഷി നമ്മൾ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ പ്രകൃതിയെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും പക്കങ്ങളെക്കുറിച്ചും നമ്മുടെ രാശികളെക്കുറിച്ചും പഞ്ചഭൂതങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കൃഷി ചെയ്തപ്പോൾ നമുക്ക് വിജയിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. എന്ന് പറയുന്ന പോലെയാണ് ജ്യോതിഷവും മനുഷ്യനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പം ജ്യോതി എന്ന് പറയുന്ന നക്ഷത്രമാണ്. നക്ഷത്രം നമ്മൾ ജനിക്കുമ്പോൾ ആകാശത്ത് ഒരു നക്ഷത്രം ജനിക്കുന്നുണ്ട്. അപ്പം അതിന് ഉദാഹരണം, അതിന് തെളിവെന്ന് പറയാൻ വേണ്ടി ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. യേശുക്രിസ്തു ജനിച്ചപ്പോൾ ആകാശത്തൊരു ദിവ്യ നക്ഷത്രം ഉദിച്ചെന്നും അത് 3 രാജാക്കന്മാർ കണ്ടെന്നും അത് കണ്ടതിൻ്റെ പേരിൽ അവർ പൊന്നും മീറയും കുന്തിരിക്കവുമായിട്ട് കാഴ്ചവെക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനെ പോയി കാണുകയും പൊന്നും മീറയും കുന്തിരിക്കയും കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ, ഏതൊരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് ജനിക്കുന്നുണ്ട്. അപ്പം ആ നക്ഷത്രത്തിന് മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എന്താണോ അതാണ് നമ്മളെയും ബാധിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യനെന്ന് പറയുന്നത്, നമ്മളൊക്കെ മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, നമ്മളൊക്കെ ഇരുകാലി മൃഗങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മുടെ ഓരോ ദിവസത്തിലേക്ക് നമ്മൾ ചെല്ലും തോറും നമുക്ക് ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരുന്നു, നമ്മുടെ കോപം കൂടുന്നു, നമുക്ക് കലിപ്പുണ്ട്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ക്രോധങ്ങളും കോപങ്ങളും മോഹങ്ങളും ലോഭങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് നശിച്ച് പോകും. നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ദഹിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ നമ്മളതിനെ ഭസ്മമാക്കി കളയണം. അങ്ങനെ മനനം ചെയ്യുക, അതിനാണ് മനനം ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഇല്ലായ്മ ചെയ്ത് കളയുക എന്ന് പറയും. അങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ കൊതികളും ഒക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്ത് കളയുന്നതിനാണ് മനനം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ മനനം ചെയ്യുന്നവരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ജ്ഞാനികളായ ആളുകൾ, അല്ലെങ്കിൽ ഋഷീശ്വരന്മാരായ ആളുകൾ, അവരാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെന്ന് പറയുന്നത്. നമ്മളെയൊക്കെ ഒന്നും മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. കാരണം നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും തീരില്ല. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നതോറും നമ്മൾക്ക് ആഗ്രഹങ്ങൾ കൂടി വരത്തേ ഉള്ളൂ. അപ്പം നമ്മളൊന്നും ശരിക്കും പറഞ്ഞാൽ മനുഷ്യരല്ല. ശരിക്കും നമ്മളെപ്പോലുള്ളവർ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ജ്യോതിയിലേക്ക് പോയി ലയിക്കുക എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് ചെന്ന് ലയിക്കുക എന്നുള്ളത്, ആ ജ്യോതിയിൽ ചെന്ന് നമ്മൾ ലയിക്കുമ്പോഴാണ് അതിനെയാണ് മോക്ഷം കിട്ടുക. അതല്ലെങ്കിൽ നമ്മൾ സ്വർഗാരോപണം ചെയ്യുക, അല്ലെങ്കിൽ ഉടലോടെ സ്വർഗത്തിൽ പോകുക എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്ന, അങ്ങനെ സംഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് മരണമില്ല. അവർക്ക് എത്ര കാലം വേണേലും ജീവിക്കാം. ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ജീവിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് ഇപ്പോൾ മറ്റൊരു ഉദാഹരണം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഗസ്ത്യ നക്ഷത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അഗസ്ത്യ നക്ഷത്രം, അത് അഗസ്ത്യൻ എന്ന ആ മഹാൻ ആ നക്ഷത്രത്തിൽ പോയി ലയിച്ചത് കൊണ്ടാണ് അഗസ്ത്യ നക്ഷത്രം എന്ന പേര് വന്നത്. അങ്ങനെയാണ് ഈ ജ്യോതിഷവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അപ്പം ഈ ജ്യോതിഷത്തെ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ ഈ ജ്യോതിയെ നമ്മൾ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ അംഗീകരിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പല 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 പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ നമ്മളിലുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ വേണ്ടി
ആണ് ജ്യോതിഷം എന്ന് പറയുന്ന ഒരു രീതി തന്നെ ഉണ്ടായത്. ജ്യോതിഷം ഉടലെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിലാണ്. ഭാരതത്തിലാണ് ഉടലെടുത്തത്. അത് തന്നെയല്ല, ദ്രാവിഡ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ജ്യോതിഷമാണ് ആദ്യമായിട്ടുണ്ടായത്. അപ്പം ദ്രാവിഡ ജ്യോതിഷം എന്ന് പറയുന്ന അത് ആ, എന്താണ്, അത് എന്തിനു വേണ്ടി കണ്ടുപിടിച്ചു? അപ്പം നമ്മൾക്ക് ഈ നമ്മുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി, അപ്പം നമ്മളിപ്പം ഒരു ജ്യോതിഷീയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ജ്യോതിഷം നോക്കുന്ന ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം നോക്കുന്ന ആളുടെ അടുത്ത്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം പ്രശ്നം നോട്ടം എന്നാണ് ഇതിനെ പറയുന്നത്. പ്രശ്നം, നമുക്ക് എന്താണ് പ്രശ്നം, നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ അന്നത്തെ കാലത്ത് നോക്കിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തേടാൻ വേണ്ടിയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സംവിധാനം കണ്ടുപിടിച്ചത്. അപ്പം അതിനെ കണ്ടുപിടിച്ച് നമ്മുടെ മനുഷ്യരാശിക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ ഈ പ്രപഞ്ചത്തിലും നടക്കുന്നുണ്ട്. പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്കതുകൊണ്ട് കണ്ടെത്താൻ കഴിയും. കണ്ടെത്തി അതിന് നമ്മൾ പരിഹാരവും കണ്ടെത്താൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചഭൂതങ്ങൾ 5ഉം 27 നക്ഷത്രങ്ങളും 15 പക്കവും 9 നവഗ്രഹങ്ങളും കൂടുന്നതാണ്, 12 രാശിയും കൂടുന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 12 രാശിയിലെ കണക്കുള്ളൂ. ഈ 12 രാശിയിലാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. അങ്ങനെ ഈ ജ്യോതിഷം കണ്ടുപിടിച്ച് ഈ 12 രാശിയിലാണ് ആരെല്ലാം ഏതെല്ലാം രീതിയിലും, എത്ര പഠിച്ചവരാണേലും എത്ര പഠിക്കാത്തവരാണേലും നോക്കിയാലും ഈ 12 രാശിക്കുള്ള കണക്കുകളെ നമ്മുടെ ഭാരതത്തിലുള്ളൂ. ഭാരതത്തിൽ നല്ല ജ്യോതിഷം എന്ന് പറയുന്നതിൽ 12 രാശിക്കുള്ള കണക്കേ ഉള്ളൂ. അപ്പം ഈ 12 രാശി എന്ന് പറയുന്ന മേടം തൊട്ട് മീനം വരെയുള്ള രാശികളെയാണ് 12 രാശികളെന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഈ ദ്രാവിഡ ജ്യോതിഷം എന്ന് പറയുന്നത് ശംഖ് ജ്യോതിഷമാണ്. ശംഖ് കറക്കിയാണ് ദ്രാവിഡ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പം ആ ദ്രാവിഡ ജ്യോതിഷം ശരിക്കും ശംഖ് കറക്കി ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു കണിയാനോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ ഒരു പ്രശ്നം നോക്കുന്നു എങ്കിൽ അവർക്കൊരു രാശിപ്പലക ഉണ്ടാകും. ആ രാശിപ്പലകയിൽ പളുങ്ക് എന്ന് പറയുന്ന ചെറിയ കവടി, ഈ കക്ക പോലുള്ള ചെറിയ കവടി ഇങ്ങനെ ഉരുട്ടി വാരി വെക്കുന്നതിലാണ് അതാണ് അതിൽ കിട്ടുന്ന രാശിയാണ്, ആ കിട്ടുന്ന കണക്കിനെയാണ് രാശി എന്ന് പറയുന്നത്. ഈ ദ്രാവിഡ ജ്യോതിഷത്തിൽ രാശിപ്പലകയ്ക്ക് പകരം മുറമാണ്, നമ്മുടെ പഴയ കാലത്തെ മുറം. ഈ മുറത്തിന് അതിൻ്റെ ഇത് രാശിപ്പലക തന്നെയാണ് ശരിക്കും മുറം എന്ന് പറയുന്നത്. അപ്പം ആ രാശിപ്പലകയിൽ അതിൽ ഇത്ര കെട്ടുകളെന്നുണ്ട്. ആ കെട്ടുകൾ 12 സ്ഥലവും കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കെട്ടുകൾക്ക് കണക്കുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾക്കും കണക്കുണ്ട്. അങ്ങനെ 12 രീതിയിൽ, അതായത് അങ്ങനെയാണ് അതിനെ ഭാഗിച്ചിരിക്കുന്നത്. ഒരു പഴയ കാലത്ത് മുറം കെട്ടുന്നവർക്കറിയാം. പഴയ കാലത്ത് മുറം കെട്ടുന്നവർക്ക് ആ കെട്ടിനും അതിൻ്റെ മൂലയ്ക്കും അതിനെല്ലാത്തിനും കണക്കുകളുണ്ട്. അപ്പോൾ ആ കണക്കും പ്രകാരമാണ് മുറം കെട്ടുന്നത്. അപ്പം രാശിപ്പലക എന്ന് പറയുന്നത് ദ്രാവിഡ ജ്യോതിഷത്തിലെ രാശിപ്പലക എന്ന് പറയുന്ന മുറമാണ്. അതുപോലെ തന്നെ ഈ പ്രശ്നം നോക്കുന്ന ഈ കണിയാന്മാർ വാരി വെക്കുന്ന പളുങ്കിന് പകരം ചെറിയ കവടി, അതിന് പളുങ്കെന്നാണ് പറയുക. ആ പളുങ്കിന് പകരം നെല്ലാണ്. ഒരു പിടി നെല്ലും വാരി മുറത്തിലേക്ക് ഇടും. അതിനകത്ത് ശംഖ് വെച്ചിട്ട്, ശംഖെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഈ ഊതുന്ന രീതിയിലുള്ള ശംഖല്ല, ചെറിയ ശംഖ്. ആ ശംഖ് കറക്കി ആ ശംഖ് ഈ മുറത്തിൻ്റെ കെട്ടിൻ്റെയോ അല്ലെങ്കിൽ മൂലയിൽ ഏത് രാശിയിൽ വന്ന് നിൽക്കുന്നുവോ ആ രാശിയിലാണ് നമ്മൾ പ്രശ്നം പറയുന്നത്. അപ്പം അതാണ് 12 രാശി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മുറം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണണ്ട. ആ മുറത്തേൽ രാശിപ്പലകയാണ് മുറത്തേലുള്ളത്. രാശിപ്പലകയുടെ കണക്കാണ് 12 കളങ്ങളാണ് അതിനുള്ളത്. അപ്പോൾ ഈ 12 കളത്തിലാണ് ഈ മുറം നിൽക്കുന്നത്. ആ മുറത്തിനകത്ത് ഒരു പിടി നെല്ലും വാരിയിട്ട് അതിനകത്ത് ശംഖ് കറക്കിയും ഈ നെല്ല് വാരി വെച്ചും ആണ് കണക്ക് പറയുന്നത്. അതാണ് ദ്രാവിഡ ജ്യോതിഷത്തിലെ കണക്ക്. അപ്പം ഈ ദ്രാവിഡ ജ്യോതിഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷ പ്രശ്നം എന്ന് പറയാറില്ല, ഇതിനെ പ്രശ്നം നോട്ടം എന്നാണ് പറയുന്നത്. പ്രശ്നം നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് പ്രശ്നം നോട്ടം എന്നത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമ്മളെ വല്ല ബാധ ആയിട്ട് ബാധിച്ചിട്ടുണ്ടോ, രോഗമായിട്ട് ബാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെയ്തുദോഷം ബാധിച്ചിട്ടുണ്ടോ, അതല്ല നമ്മുടെ പൂർവികരായിട്ട് വല്ല എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ ക്ഷേത്രങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കൽ വാങ്ങലുകളുണ്ടോ, അങ്ങനെ വല്ലതും കൊടുക്കാനുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും ബാധ ദോഷങ്ങൾ വല്ലോ ചെയ്ത്ത് ദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങൾ,
അത് കണ്ണേർ ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രശ്നനോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രാവിഡ ജ്യോതിഷത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രശ്നനോട്ടമാണ്. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ ഇന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്തുകൊണ്ടാണ് നടക്കാത്തത്, അതല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വേണ്ടി നമ്മളൊരു കല്യാണം നടക്കാൻ വേണ്ടി താമസം വരുന്നു, ഒരു പെര വയ്ക്കാൻ വേണ്ടി താമസം വരുന്നു, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി താമസം വരുന്നു, അതല്ല നമ്മളിപ്പോൾ കല്യാണം കഴിച്ച കേസാണെങ്കിൽ നമ്മൾ തല്ലിപ്പിരിഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കുന്നതിനെയാണ് പ്രശ്നനോട്ടം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ പ്രശ്നം നോക്കുന്ന ഈ 12 രാശിയിലാണ്. ഇതെങ്ങനെ വേണമെങ്കിലും നോക്കാം. നമുക്കിപ്പം ഇവിടുന്ന് ഒരു ഇല പറിച്ച് ഇങ്ങനെ കറക്കിയിടുന്നു, ഇല പറിച്ച് ഇങ്ങനെ കറക്കിയിട്ട് അത് ഏത് രാശിക്ക് പോയി വീഴുന്നു ആ രാശിയിൽ നമുക്ക് കണക്ക് നോക്കാം. ഒരു കമ്പ് പറിച്ച് കറക്കിയിടുന്നു, അതിനും നമുക്ക് രാശിയുണ്ട്, ആ രാശിക്ക് നമുക്ക് കണക്ക് പറയാം. അതുപോലെ തന്നെ ഒരു പിടി ചരൽ വാരി വെക്കുന്നു, അതിലും അത് എണ്ണി നോക്കിയിട്ട് അതിനകത്ത് നമുക്ക് കണക്ക് പറയാം. ഒരു മഞ്ചാടിക്കുരു വാരി വെക്കുന്നു, അല്ലെങ്കിൽ നെല്ല് വാരി വെക്കുന്നു, അല്ലെങ്കിൽ എന്ത് സാധനം നമ്മൾ വാരി ഇത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അതിനകത്ത് നമുക്ക് രാശിയിൽ കണക്ക് പറയാം. അങ്ങനെയാണ്. ഇപ്പം നമ്മളൊരു തീപ്പെട്ടിക്കുള്ളി ചുമ്മാ ഉരച്ച് ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ചിട്ട് നമ്മളിങ്ങനെ വിളക്ക് കത്തിച്ച് അത് വെറുതെ ഒരു കാര്യം ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തെറിഞ്ഞാലും അത് പോയി വീഴുന്നത് ഒരു രാശിക്കാണ്, അതിലും നമുക്ക് കണക്ക് പറയാം. അപ്പം അങ്ങനെ രാശി എന്ന് പറയുന്നത് 12 രാശിയേ ഉള്ളൂ. ഈ 12 രാശിയിൽ തന്നെയാണ് 12 രാശിയിലും 15 പക്കത്തിലും 27 നക്ഷത്രത്തിലും പഞ്ചഭൂതത്തിലും 9 നവഗ്രഹങ്ങളിലും അടങ്ങി നിൽക്കുന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥ ജ്യോതിഷം. അപ്പം പുതിയ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരാം അടുത്ത ദിവസങ്ങളിലേക്ക്. അപ്പം വരും വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ജ്യോതിഷത്തെക്കുറിച്ചും മറ്റുള്ള മന്ത്രവാദത്തെക്കുറിച്ചും കാവുകളെക്കുറിച്ചും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നെ കുറിച്ചുള്ള പുതിയ വീഡിയോകളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.